non-cognizable offense means a police officer has no authority to arrest without warrant. That is the difference between a cognizable offense and non-cognizable offense. അപ്പോൾ ഈ cognizable offense നോൺ cognizable offenseന്റെ പ്രത്യേകത ബേസിക്കലി ഇൻവെസ്റ്റിഗേഷനിൽ പ്രൊസീജിയറിൽ മാറ്റം വരും, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലെ പ്രൊസീജിയറിൽ മാറ്റം വരും അണ്ടർ സെക്ഷൻ 154 ആൻഡ് 155. കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ 154 സ്റ്റേറ്റ്മെന്റ് ആണ്, നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ 155 സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അറസ്റ്റിൽ മാറ്റം വരും. കോഗ്നൈസബിൾ ആണെങ്കിൽ ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്, അത് സെക്ഷൻ 41. നോൺ കോഗ്നൈസബിൾ ആണെങ്കിൽ വിത്ത് വാറണ്ട് ആയിരിക്കണം. ആൻഡ് എക്സെപ്ഷൻസ് ആർ പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 43. എക്സെപ്ഷൻ 43 പറഞ്ഞിട്ടുണ്ട്. ആ എക്സെപ്ഷൻ സർക്കംസ്റ്റാൻസിൽ നോൺ കോഗ്നൈസബിൾ ഒഫൻസിൽ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വാറണ്ട് വേണം. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ഈ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോഗ്നൈസബിൾ ഒഫൻസ് ആൻഡ് നോൺ കോഗ്നൈസബിൾ ഒഫൻസ്. And so I think you know section 2A, 2B, section 2C, 2L, etc. ഇനി നമ്മൾ നോക്കേണ്ട കംപ്ലൈന്റ് എന്നുള്ളതാണ്. ഈ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കംപ്ലൈന്റ് ഐ തിങ്ക് ഐ ഓൾറെഡി മെൻഷൻ ഇൻ അനദർ slide. Complaint. So the complaint is defined in section 2D of CRPC, which means any allegation made orally or in writing to a magistrate. It is made in magistrate for. So the complaint means രണ്ട് രീതിയിലാണ് നമുക്ക് CRPC അനുസരിച്ച് കേസ് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് പോലീസിൽ കേസ് കൊടുക്കാം, രണ്ടാമത് നമുക്ക് കോടതിയിൽ തന്നെ കേസ് കൊടുക്കാം. ആ കോടതിയിൽ നമ്മൾ കേസ് കൊടുക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ കംപ്ലൈന്റ് ആണ് കൊടുക്കേണ്ടത്. അതെങ്ങനെ ഒരു കംപ്ലൈന്റ് എടുക്കും എന്നുള്ളത് സെക്ഷൻ 190 പറഞ്ഞിട്ടുണ്ട്. 190 മുതൽ 199 വരെ അതിന്റെ ഡിഫറെന്റ് ഫോർമാലിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അതിന്റെ പ്രൊസീജിയർ ആസ്പെക്ട് 200 മുതൽ 203 വരെ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, വാട്ട് ഈസ് ആക്ച്വലി എ കംപ്ലൈന്റ്. ഈ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഒരു അഗ്രീഡ് പാർട്ടി, ഡയറക്റ്റ് അഗ്രീഡ് പാർട്ടി ആവണമെന്നില്ല. ഒരു പെർട്ടിക്കുലർ ദാറ്റ് ക്രൈംസ് ആർ കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്, അഗ്രീഡ് പാർട്ടിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറയുന്നില്ല. അഗ്രീഡ് പാർട്ടി തന്നെ ആയിരിക്കണമെന്ന് പറയുന്നില്ല. എനി സോഷ്യലി സ്പിരിറ്റഡ് പേഴ്സൺ ക്യാൻ ഫയൽ എ കംപ്ലൈന്റ് ഇൻ അണ്ടർ സെക്ഷൻ 200 of CRPC. കംപ്ലൈന്റ് എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഡെഫിനിഷൻ ആണ്. മീൻസ് എനി അലിഗേഷൻ മെയ്ഡ് ഓറലി ഓർ ഇൻ റൈറ്റിംഗ് to a magistrate with a view to his taking action under this code that some person has committed an offense. അപ്പൊ ഇത്രയാണ് ആദ്യത്തെ ഒരു പോയിന്റ്. ഇതിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി an allegation. Second point, there is no specific form of complaint and it may be oral or in writing. And ഇത് ആരെയാണ് അഡ്രസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മജിസ്ട്രേറ്റിനാണ്. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ആൻഡ് നോട്ട് എനി പോലീസ് ഓഫീസർ, ബട്ട് ഇറ്റ് ഈസ് അഡ്രസ്സിംഗ് ടു ദ മജിസ്ട്രേറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദ പർപ്പസ് ഓഫ് ദ കംപ്ലൈന്റ് ഈസ് വിത്ത് എ വ്യൂ ടു ടേക്ക് ഹിസ് ആക്ഷൻ. അദ്ദേഹം ആക്ഷൻ എടുക്കണം അണ്ടർ ദിസ് കോഡ്. ദാറ്റ് വാട്ട് ഈസ് ദ റീസൺ സം പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ്, നോൺ ഓർ അൺനോൺ, has committed an offense, does not include a police report. ഇതൊരു പോലീസ് റിപ്പോർട്ട് ഒരു കംപ്ലൈന്റ് അല്ല. പോലീസ് റിപ്പോർട്ട് കംപ്ലൈന്റ് അല്ല. ആൻഡ് ദി പോലീസ് ഓഫീസർ ഫയലിംഗ് ദ പോലീസ് റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ 173(2). Section 173(2) is not a complainant also. Actually, there is an explanation. A report made by a police officer in a case which discloses after investigation, preliminary or final investigation, the commission of a non-cognizable offense. So you please note that point, non-cognizable offense. We into non-cognizable offense in the application വരുന്നത് ഇവിടെയാണ്. Shall be deemed to be a complaint. അതൊരു കംപ്ലൈന്റ് ആയിട്ട് കാണാൻ പറ്റും. And the police officer by whom such a report is made shall be deemed to be a complainant. അപ്പോൾ കോഗ്നൈസബിൾ ഒഫൻസിന്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി 173
സബ് ക്ലോസ് 2 അനുസരിച്ച് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്ന ആ ഒരു പോലീസ് റിപ്പോർട്ട് ഒരിക്കലും കംപ്ലൈന്റ് അല്ല. പക്ഷേ നോൺ കൊഗ്നൈസിബിൾ ഒഫൻസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനോ ഫൈനൽ ഇൻവെസ്റ്റിഗേഷനോ നടത്തി കോടതിയുടെ മുന്നിൽ ഫയൽ ചെയ്യുന്ന ഒരു പോലീസ് റിപ്പോർട്ട് കംപ്ലൈന്റ് ആണ്. ആൻഡ് ഓൾസോ ദ പോലീസ് ഓഫീസർ ഈസ് ദ കംപ്ലൈന്റ്. നോൺ കൊഗ്നൈസിബിൾ ഓഫൻസ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഈ കംപ്ലൈന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില പോയിന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അതിലൊന്ന്, ഇപ്പൊ വാട്ട് ഈസ് ദ പോലീസ് റിപ്പോർട്ട്, ദെൻ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ പോലീസ് റിപ്പോർട്ട്. ഈ പോലീസ് റിപ്പോർട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2R, സ്മോൾ ആർ. സെക്ഷൻ 2 ക്ലോസ് സ്മോൾ ആർ മീൻസ് എ റിപ്പോർട്ട് ഫോർവേഡഡ് ബൈ എ പോലീസ് officer to the magistrate under subsection 2 of section 173. So what is a police report under section 2R? Means a report forwarded by a police officer to a magistrate under subsection 2 of section 173. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസ് റിപ്പോർട്ട് ആവാം. സോ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോ കംപ്ലൈന്റിനുള്ളിൽ നമുക്കൊരു പോലീസ് റിപ്പോർട്ട് എന്നുള്ള ഒരു ഇത് കാണാൻ പറ്റും. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പോലീസ് റിപ്പോർട്ട്? Police report means the report which is mentioned under section 2R of the Criminal Procedure Code, which means a report submitted by a police officer or an investigating officer to the magistrate under section 173 clause 2 of the Criminal Procedure Code. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് കംപ്ലൈന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ്. Then the next point is that is inquiry. Inquiry എന്ന് വെച്ച് കഴിഞ്ഞാൽ very important thing. Inquiry means every inquiry other than trial conducted under this code by a magistrate or a court. So കോടതി ചെയ്യുന്ന കാര്യമാണ് എൻക്വയറി ആൻഡ് ട്രയൽ. രണ്ട് കാര്യങ്ങൾ, യു പ്ലീസ് നോട്ട് ദ പോയിന്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. വൺ ഈസ് സംതിങ് വിച്ച് ഈസ് ഡൺ അണ്ടർ സെക്ഷൻ 2G. അപ്പൊ ഈ കോടതി ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. വൺ ഈസ് എൻക്വയറി ആൻഡ് സെക്കൻഡ് വൺ ഈസ്, ഈ കോടതിയുടെ പ്രോസസ് തന്നെ ഈ രണ്ട് കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. അപ്പോ what is trial? And you know that trial is not defined in the Criminal Procedure Code, but various kinds of trials are mentioned under section 225 to section 265. അതിൽ 4 തരത്തിലുള്ള ട്രയൽ പറഞ്ഞിട്ടുണ്ട്. That area is a very important area. One is trial before court of session, trial of warrant case, a trial of summons case and a summary trial. അത് നിങ്ങൾ നോക്കണം, നിങ്ങൾ എഴുതി വെക്കണം. what is trial before court of session, ആ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രയൽ ഓഫ് വാറന്റ് കേസ്, ട്രയൽ ഓഫ് സമൻസ് കേസ് ആൻഡ് സമ്മറി ട്രയൽ. സെക്ഷൻ 225 to section 264 or section 265. Section 265. അപ്പോ you just understand the difference between inquiry and trial, because എന്താണ് ഈ ഇൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, there are different circumstances we can say that which is an inquiry of which is part of a judicial process. So what is the legal definition of inquiry? Means every inquiry other than a trial. So the point is very, very important, is other than a trial conducted under this code by a magistrate or a court. So ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദ ഇൻക്വയറി ഇൻ ദിസ് ക്ലോസ് G refers to pre-trial inquiry. Basically pre-trial inquiry, pre-trial inquiries എന്ന് പറയുന്നത് that is an inquiry. So ആ pre-trial inquiry എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് സർക്കംസ്റ്റാൻസസ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, I will explain some of the sections. You please refer that sections. For example, section 209. Because section 209, you know that the committal proceedings under section 209 are an inquiry. What is section 209? Is a
commitment of case to court of section when offence is triable exclusively by it. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം എപ്പോഴാണ് കമ്മിറ്റഡ് പ്രൊസീഡിങ്സ് തന്നെ ഉണ്ട്. കമ്മിറ്റഡ് പ്രൊസീഡിങ്സ് ഹാസ് ബീൻ മെൻഷൻ അണ്ടർ സെക്ഷൻ 192, 199. പിന്നെ ഈ കമ്മിറ്റഡ് പ്രൊസീഡിങ്സിന്റെ കുറെ ഫോർമാലിറ്റീസ് ഈസ് മെൻഷൻ അണ്ടർ സെക്ഷൻ 207, 208, 209. അപ്പൊ ഈ 207 അനുസരിച്ച് നടക്കുന്ന പ്രൊസീജിയറും 209 അനുസരിച്ച് നടക്കുന്ന പ്രൊസീജിയറും എല്ലാം ഈ ഇൻക്വയറിയുടെയും കൂടെ പ്രീ ട്രയൽ ഇൻക്വയറിയുടെ ഭാഗമാണ്. ആൻഡ് ഓൾസോ സെക്ഷൻ 207. And what is section 207? Supply to the accused of copy of police report and other documents. അത് ഇതിന്റെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. സെക്ഷൻ 209 കണക്റ്റഡ് ആണ്. കമ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം നടത്തേണ്ട പ്രൊസീജിയർ ആണ്. അപ്പോൾ ആൻഡ് ഓൾസോ ആൻ ഇൻക്വയറി ബൈ മജിസ്ട്രേറ്റ് അണ്ടർ സെക്ഷൻ 202. സെക്ഷൻ 202 അനുസരിച്ച് നിങ്ങൾക്ക് അറിയാം CRPC. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ്പോൺമെന്റ് ഓഫ് ഇഷ്യൂ ഓഫ് പ്രോസസ് ആണ്. പോസ്റ്റ്പോൺമെന്റ് ഓഫ് ഇഷ്യൂ ഓഫ് പ്രോസസ് ടു ആർക്കാ? പ്രോസസ് ആർക്ക് കൊടുക്കുന്നതിൽ നിന്ന് പോസ്റ്റ്പോൺ ചെയ്യാണ്? ആർക്ക് കൊടുക്കുന്ന, ആർക്ക് ആ പ്രോസസ് ഇഷ്യൂ ചെയ്യുന്നതിൽ നിന്ന് പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ് കോടതി, മജിസ്ട്രേറ്റ്. പോസ്റ്റ്പോൺമെന്റ് ഓഫ് ഇഷ്യൂ ഓഫ് പ്രോസസ് അണ്ടർ സെക്ഷൻ 202 അത് അക്യൂസ്ഡിനാണ്. ഇപ്പൊ അക്യൂസ്ഡിനാണ് വരുന്നത്. അപ്പോ എന്നിട്ട് കോടതി എന്താ ചെയ്യുന്നത് സെക്ഷൻ 202 അനുസരിച്ച്? അറിയോ? ആർക്കെങ്കിലും പറയാമോ? കോടതി സെക്ഷൻ 202 അനുസരിച്ച് എന്താ ചെയ്യുന്നത്? 2 കാര്യങ്ങൾ ചെയ്യും. എന്തൊക്കെയാണ്? അല്ല ആ സമൻസിലേക്ക് പോവില്ല. അതിന്റെ പ്രോസസ് സ്റ്റോപ്പ്. ഇല്ല, ഒന്ന് ഇൻക്വയറി നടത്തും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഇപ്പൊ ഈ പ്രൊസീജിയർ പോസ്റ്റ്പോൺ ചെയ്തിട്ട്, അക്യൂസിനുള്ള പ്രൊസീജിയർ പോസ്റ്റ്പോൺ ചെയ്തിട്ട്, കാരണം കോടതിക്ക് ഡൗട്ട് വന്നു ഈ കംപ്ലൈന്റ് ജെന്യൂൻ ആണോ അല്ലയോ എന്ന്. ഇങ്ങനെ കോടതിക്ക് കംപ്ലൈന്റ് ജെന്യൂൻ ആണോ എന്ന് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ വാട്ട് ദ കോർട്ട് ക്യാൻ ഡു അണ്ടർ സെക്ഷൻ 202, ദ കോർട്ട് ക്യാൻ ഡു 2 important things ആസ് പെർ സെക്ഷൻ 202. One is the court can inquire that case, and also the magistrate can direct a police officer or any other person to investigate that case. അപ്പൊ അവിടെ നടക്കുന്ന ആ പ്രൊസീജിയറും ഇറ്റ് ഈസ് ഓൾസോ എ പ്രീ ട്രയൽ എൻക്വയറി ആണ്. ദാറ്റ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പൊ അത് കൂടാതെ തന്നെ നമുക്ക് ഇതില് പറയാൻ പറ്റുന്ന ഒരു പ്രൊസീഡിങ്, വേറൊരു സിറ്റുവേഷൻ ഈ ഇൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊസീഡിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെക്ഷൻ 167. 167 എന്താണ്? അത് നമ്മുടെ ഈ കസ്റ്റഡിയിലേക്ക് വരുന്നതാണ്. അതായത് ജുഡീഷ്യൽ കസ്റ്റഡി ആൻഡ് പോലീസ് കസ്റ്റഡിയാണ്. പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും. പിന്നെ അതിന്റെ റിപ്പോർട്ട്, പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിലേക്ക് പോകും. അപ്പൊ അതിന് സ്പെസിഫിക് ടൈം പറഞ്ഞിട്ടുണ്ട്. 60 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കേസിൽ ബെയിൽ കിട്ടും. 90 ദിവസം കഴിഞ്ഞാൽ ചില കേസിൽ ബെയിൽ കിട്ടും. ഈ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി പ്രീ ട്രയൽ എൻക്വയറി പ്രോസസ് ആണ്. സോ ദ പ്രൊസീഡിങ്സ് ഫോർ ബെയിൽ under section 167 clause 2 or for remand for judicial and the magistrate acts in judicial capacity. It is a part of inquiry and is covered by section 2G. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻക്വയറീസ് എന്ന് പറഞ്ഞാൽ പ്രീ ട്രയൽ ഇൻക്വയറീസ് ആണ് ബേസിക്കലി വരുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വി ക്യാൻ റൈറ്റ്ലി സേ ദാറ്റ് the trial, I already mentioned what are the sections which deals with the trial, even though the trial does not define in the criminal procedure code, starting from section 225 to section 265. പക്ഷേ ഈ പ്രീ ട്രയൽ എൻക്വയറീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ സംതിങ് വിച്ച് ഈസ് ഡൺ ബൈ ദ കോർട്ട് ഓർ ദ മജിസ്ട്രേറ്റ്. ഫോർ എക്സാമ്പിൾ സെക്ഷൻ 209, സെക്ഷൻ 207, സെക്ഷൻ 202, സെക്ഷൻ 167, clause 2, etc., etc. So that is also a very important thing. So another important thing is നമുക്കൊരു പോയിന്റും കൂടി എടുത്തിട്ട് വി ക്യാൻ വൈൻഡ് അപ്പ് ടുഡേ സെക്ഷൻ. എനിക്ക് തോന്നുന്നു കറണ്ട് പോയത് ടൈമിലാണ് ഞാൻ ഒരു 5 മിനിറ്റ് കൂടുതൽ എടുക്കുന്നത്. സോ ഇൻവെസ്റ്റിഗേഷനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 4ലേക്ക് പോകണം. സെക്ഷൻ 4 ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ.
You please refer section 4. So what is investigation? Investigation ചെയ്യുന്നത്, it is defined in section 2H. Includes all proceedings under this code for the collection of evidence. So what is the purpose of investigation? It is a collection of evidence. Who is conducting this investigation? Police officer or any other person authorized by the magistrate and not the magistrate. Magistrate ചെയ്യുന്നത് എൻക്വയറിയും ട്രയലും ആണ്. പോലീസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഡയറക്ഷനോട് കൂടി മറ്റൊരു വ്യക്തി ചെയ്യുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് purpose of investigation? ഇൻവെസ്റ്റിഗേഷന്റെ purpose എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ very important thing is collection of evidence. So this is something which is very important, and every aspect of investigation has been mentioned under section 154 to section 173. അവിടെയാണ് മുഴുവൻ ഇൻവെസ്റ്റിഗേഷന്റെ ഏരിയാസും വരുന്നത്. അതായത് FIR മുതൽ ഫൈനൽ പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത് വരെ അണ്ടർ സെക്ഷൻ 154 to 173 വരെ വരുന്ന ഏരിയ. അവിടെയാണ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ സെക്ഷൻ 2H വരെ നോക്കി. സോ യു പ്ലീസ് റീഡ് ദീസ് സെക്ഷൻസ്. ഈ സെക്ഷൻ ഞാൻ പറഞ്ഞ എല്ലാ സെക്ഷൻസും യു ഹാവ് ടു റീഡ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ്, നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഒരു ഡോക്യുമെന്റ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിന്റെ കോർഡിനേറ്റേഴ്സ് അയച്ചു തരുന്ന ആ ഡോക്യുമെന്റ്സും വീഡിയോസും നിങ്ങൾ ഉറപ്പായിട്ടും കാണുകയും അതിനെ ചെറിയ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് സ്മോൾ നോട്ട് കണ്ടെയ്ൻസ് ഒരു പാരഗ്രാഫ് 2 പാരഗ്രാഫ് അത്രയും മതി. എന്നിട്ട് നിങ്ങൾ കോർഡിനേറ്റേഴ്സിന് അത് കൊടുക്കുകയും വേണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിന്റെ ഈ ഒരു എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 30% കവർ ചെയ്യുന്നത് കറണ്ട് ലീഗൽ നോളജിലാണ്. കറണ്ട് ലീഗൽ നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 yearsന് താഴെ ഇങ്ങോട്ട് വന്നിട്ടുള്ള ലീഗൽ ന്യൂസ്, എസ്പെഷ്യലി റിലേറ്റഡ് ടു എവറി ആസ്പെക്ട് ഓഫ് ലോ ഇൻക്ലൂഡിങ് കോൺസ്റ്റിറ്റ്യൂഷൻ, CPC, CRPC അതെല്ലാമായിട്ട് വന്ന്. അപ്പൊ അത്തരം കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഡോക്യുമെന്റ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യും. വീഡിയോസ് ആണെങ്കിലും അതിന്റെ ഡോക്യുമെന്റ് നമ്പർ ഉണ്ടാവും. ആ വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് കാണണം. കാരണം ഇതിന്റെ നമുക്കിത് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട, എന്റെ അഭിപ്രായം, ഇറ്റ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, അതിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു 5 elements എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് എലമെന്റ് ഈസ് റീഡിങ്. അപ്പൊ ആ റീഡിങ് സിസ്റ്റമാറ്റിക് റീഡിങ്ങിന്റെ കണ്ടന്റ് ആണ് നമ്മൾ തരുന്നത്. സെക്കൻഡ് തിങ് ഈസ് റീഡ് ചെയ്തിട്ട് യു ഹാവ് ടു റൈറ്റ്. അതാണ് നിങ്ങളോട് ഒരു ചെറിയ പോയിന്റ് എഴുതണമെന്ന് പറയുന്നത്. ഒരു വലിയ ആർട്ടിക്കിൾ വായിച്ചിട്ട്, ഒരു 500,000 വേർഡ്സ് ഉള്ള ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ട് നിങ്ങൾ ഒരു 2-3 പാരഗ്രാഫ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കണം അതിന്റെ റെലവൻസി. അതിൽ മേ ബി സം പ്രൊവിഷൻസ് ആർ ദെയർ ഓർ കേസ് ലോസ് ആർ ദെയർ, ക്രിട്ടിക്കൽ അനാലിസിസ് ആർ ദെയർ, ഇന്റർനാഷണൽ വ്യൂ ഇസ് ദെയർ, സുപ്രീം കോടതി ജഡ്ജസ് വ്യൂ ഇസ് ദെയർ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യു പ്ലീസ് അനലൈസ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾസ് ആണ് നിങ്ങൾക്ക് തരുന്നത് കറണ്ട് ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട്. അത് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്യുമെന്റ് 1-ൽ തന്നെ ഞാൻ പറഞ്ഞ പല പ്രൊവിഷൻസ് ഉണ്ട്. ഇറ്റ് ഈസ് എ വെരി ഫേമസ് കേസ്, റിപ്പോർട്ടഡ്, ഇപ്പോൾ റീസെന്റ് ആയിട്ട് സുപ്രീം കോടതി റിപ്പോർട്ട് ചെയ്ത കേസാണ്. നിങ്ങൾക്ക് ഇത് നമ്മൾ 3 ആസ്പെക്റ്റിലാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പ്രിലിമിനറി, മെയിൻ ആൻഡ് ഇന്റർവ്യൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ തരുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് യു ഹാവ് ടു റീഡ്, ദെൻ യു ഹാവ് ടു റൈറ്റ്, ദെൻ കുറച്ച് സമയം യു ഹാവ് ടു സ്പീക്ക് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ വായിച്ച് പഠിക്കുക. ദെൻ ദ ഫോർത്ത് വൺ ഈസ്, പിന്നെ നമ്മൾ കുറച്ച് സമയം ഈ ലിസണിങ് സ്കില്ല് ഒന്ന് ഡെവലപ്പ് ചെയ്യുക. അതായത് നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ളതും ഒരു വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള കുറച്ച് സമയം, ഒരു ഹാഫ് ആൻ അവർ മതിയോ. യു ഹാവ് ടു ഇംപ്രൂവ് യുവർ ലിസണിങ് സ്കിൽ ആൻഡ് യു ഹാവ് ടു ഇംപ്രൂവ് യുവർ തിങ്കിങ് സ്കിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം കുറച്ച് ഒരു പെർട്ടിക്കുലർ ടൈമിൽ. അങ്ങനെ ഈ ഒരു പ്രോസസ് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് സക്സസ് റേറ്റിലേക്ക് പോകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതാണ് ഇറ്റ് ഈസ് മൈ സജഷൻ. അപ്പോൾ നിങ്ങൾ വിട്ടുപോകാതിരിക്കേണ്ട ഒരു കാര്യം, ഈ
റീഡിംഗ് ആണ്, ഫസ്റ്റ് ആണ്. ഈ നമ്മൾ തരുന്ന ഡോക്യുമെന്റ് മസ്റ്റായിട്ട് നിങ്ങൾ വായിക്കണം. എന്താണ് ബെയില്, എന്താണ് ബെയിലുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഓൾ മാറ്റേഴ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ബെയിൽ ഹാസ് ബീൻ മെൻഷൻ അണ്ടർ സെക്ഷൻ 436 to 450. അപ്പോൾ ഈ 436